ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചത് ടൊയോട്ട ഇന്നോവ കേട്ടോ. നമ്മുടെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ത് സ്റ്റാർട്ട് കഴിഞ്ഞാലും ഡീസൽ ഫിൽറ്ററിന്റെ ലൈറ്റ് ഉണ്ടല്ലോ, എന്താ ഈ ലൈറ്റ് ഓൺ ആയി കിടക്കുക. സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓൺ ആയി കിടക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അത് വരുന്നത് ഒന്നെങ്കിൽ ഡീസൽ ഫിൽറ്ററിനകത്ത് അഴുക്കും കാര്യങ്ങളും വെള്ളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് ആ ലൈറ്റ് ഓൺ ആവുക. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് പോകുള്ളൂ. അപ്പൊ അത് ഒന്നെങ്കിൽ സ്കാൻ ചെയ്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് മാറ്റാന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുക, കീ ഊരിയെടുക്കുക, എന്നിട്ട് ബോണറ്റ് വന്നിട്ട് നമുക്ക് ഉള്ളിൽ അപ്പുറം പോയേക്കാം. ഇതാണ് ഡീസൽ ഫിൽറ്റർ കേട്ടോ. ഡീസൽ ഫിൽറ്റർ മാറി. അപ്പൊ ഈ ഒരു സെൻസർ ഉണ്ടല്ലോ, ഇതിന്റെ കപ്ലറിന് ഊരിടുക. ഇത് ഊരിട്ടതിന് ശേഷം പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മളവിടെ ആ കപ്ലർ ഊരിട്ടുണ്ട്. ഇനി ഇതാ ഈ ഓൺ ചെയ്തു. ഇപ്പൊ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതാ സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാല്, നമ്മൾ ഊരിട്ട് കഴിഞ്ഞാൽ ആ വയറിങ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുക. കാണിച്ചു തരാം. ഈ വയറ് നമ്മൾ തിരിച്ചു കൊടുക്കുക. കേട്ടോ, ഇപ്പൊ അത് പോയിട്ടുണ്ടായിരിക്കും. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ ആ കപ്പർ കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലൈറ്റ് പോയിട്ടുണ്ട്. അവിടെ ആ ലൈറ്റ് ഇല്ല. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണായി കാണിച്ചു തരാം. ഞാൻ കീ ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ലൈറ്റ് വന്നു. ഇനി ഇതാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ, ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഡീസൽ ഫിൽറ്ററിന്റെ ലൈറ്റ് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ, ഇന്നോവേന്റെ. അതായത് നമ്മള് കീ ഓഫ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ലൈറ്റ് ഉണ്ടോ നോക്കുക. അതിൽ കീ ഓഫ് ചെയ്ത് ഊരുക, മോണിറ്റ് പൊക്കുക, ഡീസൽ ഫിൽറ്ററിന്റെ അവിടെ മുകളത്തെ കപ്ലർ ഊരിടുക, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ട് ആ കപ്ലർ തിരിച്ച് കണക്ട് ചെയ്യാം. അപ്പൊ ആ ലൈറ്റ് ഓഫ് ആവട്ടോ. അങ്ങനെയാണ് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ കാണാം.